നമസ്കാരം. പ്രമുഖ ചൈനീസ് വീഡിയോ ഷെയറിംഗ് ആപ്പായ ടിക്ടോക്ക് അമേരിക്കയിൽ വീണ്ടും സജീവമാകുന്നു. ആപ്പിനെ അമേരിക്കയിൽ നിലനിർത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗൂഗിളും ആപ്പിളും തങ്ങളുടെ അമേരിക്കൻ ആപ്പ് സ്റ്റോറുകളിൽ ടിക്ടോക്ക് ആപ്പ് ലഭ്യമാക്കി തുടങ്ങി. നേരത്തെ നിരോധനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പ് നീക്കം ചെയ്തിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ടിക്ടോക്ക് ആപ്പ് പുനഃസ്ഥാപിച്ചതെന്നാണ് പ്രമുഖ അന്തർദേശീയ മാധ്യമങ്ങളായ ബ്ലൂബെർഗും CNBCയും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കുവച്ച നിയമത്തെ തുടർന്ന് ആപ്പിന്റെ അമേരിക്കയിലെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുകയായിരുന്നു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉടമയ്ക്കോ അവരുടെ സഖ്യകക്ഷികളിൽ ഒരാൾക്കോ ആപ്പ് വിൽക്കാൻ 270 ദിവസത്തെ സമയമാണ് ടിക്ടോക്ക് ഉടമസ്ഥരായ ബെറ്റ് ഡാൻസിന് നൽകിയത്. അല്ലെങ്കിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് വിലക്ക് നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരുന്നു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 19 ടിക്ടോക്കിന് അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് പിന്നാലെ ടിക്ടോക്കും അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. നിരോധനം താൽക്കാലികമായി നിർത്തുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതോടെ നീണ്ടുനിന്ന ഉപരോധത്തിനു ശേഷം ടിക്ടോക്ക് അമേരിക്കയിൽ വീണ്ടും സജീവമായി. ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശത്തിൽ 50% അമേരിക്കയ്ക്ക് ലഭിക്കുമെങ്കിൽ സേവനം വീണ്ടും ആരംഭിക്കാമെന്ന വാഗ്ദാനവും ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. നിയമത്തിൽ നിന്ന് രക്ഷ നേടാൻ ടിക്ടോക്കിന് ഒരു പുതിയ ഡീലുണ്ടാക്കാൻ സമയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 5 വർഷം മുമ്പ് നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ പലതും ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ വലിയ ജനപ്രീതി ഉണ്ടാക്കിയിരുന്ന ടിക്ടോക്കും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചർച്ചകളും സജീവമാണ്. ടിക്ടോക്ക് നിരോധനത്തിന് ശേഷവും സമാനമായ ജോഷ്, മോജോ എന്നീ ആപ്പുകൾക്കും പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഈ ആപ്പുകളിൽ പലതും വ്യത്യസ്ത പേരുകളിൽ ഇന്ത്യയിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും തിരിച്ചെത്തിയിരുന്നു. മുമ്പ് നിരോധിച്ച 36 ആപ്പുകളെങ്കിലും ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിന്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇവയിൽ ചിലത് അവയുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിലനിർത്തുന്നുണ്ട്. മറ്റു ചിലത് ബ്രാൻഡിംഗ്, ലോഗോ, ഉടമസ്ഥാവകാശം എന്നിവയിൽ ചെറിയ മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിന് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രിയം പിടിച്ചുപറ്റാനായിരുന്നു. ടിക്ടോക്ക് നിരോധനത്തിന് ശേഷം സമാനമായ ജോഷ്, മോജോ എന്നീ ആപ്പുകൾക്ക് വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം റീൽ, യൂട്യൂബ് ഷോർട്സ് എന്നിവയും ആളുകൾ ഏറ്റെടുത്തിരുന്നു.